ഈഗിളോ? ഞാൻ സെർച്ച് ചെയ്തോട്ടെ. എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എനിക്കറിയില്ല. ഗെയിമറാണോ? അതെ, അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ എന്താ ഗൈസ്, ആര് ഗെയിം ഒന്നും കാണാത്ത? ഇയാള് ഗെയിം കാണില്ല എന്നുള്ള പ്രശ്നം പറയണ്ടല്ലോ. ചുമ്മാ ഈഗിളല്ലേ മക്കളെ, ഈഗിളിനെ ചൊറിഞ്ഞ എന്താ അവസ്ഥ എന്നുള്ളത് ഇവന്മാർക്ക് ഇപ്പോഴും മനസ്സ് അറിവില്ലായ്മയായിരിക്കാം. എന്താണെങ്കിൽ ഈഗിളിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് തൊപ്പിയെ ചൊറിഞ്ഞ പോലെ ഒന്നും നിൽക്കുമോ? ഈഗിൾ കുറച്ചുകൂടി മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഈഗിളിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടി അത് തൊപ്പീൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പവറായിരിക്കും ആ സാധനത്തിന്. ഈഗിളിന്റെ റേഞ്ച് അതല്ല, ഈഗിളിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റീൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തൊരു യൂണിവേഴ്സ് ഉണ്ട് ഈഗിളിന്. അതിൽ കുറേ പരുന്നുകുട്ടികളുണ്ട്. റാഞ്ചി അടിക്കും. പക്ഷേ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ. എന്താ മോനെ ഇത് പറയുമ്പോ ചുമ്മാ ഇരുന്ന് വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോടാ? കുറിയിട്ട കുണ്ണെ. ഒരാളുടെ അടുത്തൊരു കാര്യം മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട് ഈ കുറി തൊട്ട കുണ്ണയൊക്കെ പിടിച്ചിരുത്തി വാണെന്ന് വിളിക്കുന്നത് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ബ്രോ. ഈ കുറി തൊട്ട കൊളവാണത്തിനെ ഞാൻ പിടിച്ചോളാം. ഇവനുള്ളത് ഞാൻ കൊടുക്കാം. ഇത് കഴിയട്ടെ, നിനക്ക് തരാടാ പൗഡർ വാണവേ. ഞാൻ ഒറ്റ കാര്യം പറയാം ബ്രോ, ഈ 4 മറ്റേ കുറി തൊട്ട മറ്റേ കൺമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി 4 പേരായിട്ട് ഇരുന്ന് 1.5 മണിക്കൂർ അപരാധം പറയുന്നതിന് കിട്ടുന്ന വ്യൂസ് ഇല്ലേ, അതിന്റെ സ്റ്റാർട്ടിങ് സൂൺ എനിക്കുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ റീജിയണൽ അവാർഡ്. ഇവിടുത്തെ PR വർക്ക്സ് ചെയ്യുന്ന നോർമൽ ആൾക്കാർ ചെയ്ത ഇവന്റ് അല്ല, ഓൾ ഇന്ത്യൻ അവാർഡാണ് എനിക്കിത് കിട്ടിയത്. മനസ്സിലായ? റൈസിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദ ഇയർ. അണ്ണാ ലൈക്ക് നോക്കിയണ്ണ.